ആ നീ ഇവിടെ ഒന്നും ഇല്ലേ? കുറെ നാളായല്ല കണ്ടിട്ട്. ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ജോലി ഇല്ലാത്തോണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അതിന് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എന്താ കാര്യം? താൻ പുറത്തോട്ടൊക്കെ ഇറങ്ങ്. എന്നാലും ആൾക്കാർ ജോലിക്ക് വിളിക്കോളൂ. ഒന്നെങ്കിൽ താൻ ഒരു വെൽഡറല്ലോ. പുറത്തോട്ട് ഇറങ്ങിയ ചെലവോട് ചെലവാണ്. ഇപ്പൊ തന്നെ അര പാക്കറ്റ് സിസ്റ്ററും ഒരു ചായം കുടിച്ചിട്ട് 50 എന്റെ പോക്കറ്റ്. അത് നീ പറഞ്ഞത് ശരിയാണ് ട്ടാ. പുറത്തോട്ട് ഇറങ്ങിയ പോക്കറ്റ് കാലിയാണ് അറിയില്ല. ആ ഭായ്, ദീപാവലിയായിട്ട് നാട്ടിലൊന്നും പോണില്ലേ? മുതൽഭാവത്ത് കാമിച്ചേട്ടാ, മുതലാളി ലീവ് തരണില്ല. നിങ്ങളൊന്ന് പറ മുതലാളിനോട് ലീവ് ഒന്ന് തരാം. ആ അത് ശരി. ബംഗാളിക്ക് ജോലി തിരക്കാരണം വീട്ടിൽ പോകാൻ പറ്റാതെ, മലയാളിക്ക് ജോലി ഇല്ലാത്ത കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഗതികേടായി. അതെ ചേട്ടാ. എടാ നിനക്ക് ഇവനെ മനസ്സിലായ? ഇല്ല, ആരാണ്? എടാ ഡാമിയുടെ വർഷാപ്പിൽ വെൽഡറാണ് ഇവൻ. ആഹാ, അവന്റെ പണിക്കാരനാണ്. എന്താണ് നിനക്ക് ഇത്ര പുച്ഛം? ഉച്ചൊന്നുമില്ല. പിന്നെ അവൻ സ്ഥലമൊക്കെ മേടിച്ച് വീടൊക്കെ വെച്ച് എൻഫീൽഡിലാണ് നടക്കണത്. അതിന് സത്യം പറയല, ഈ പുത്തൻ പണക്കാരെ കാണാതിരിക്കാൻ മാത്രമാണ് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാറ്. എടാ സ്വയം വളരാൻ ശ്രമിക്കാതെ മറ്റുള്ളവരെ വളർത്തേണ്ട അസൂയപ്പെട്ട് വല്ല കാര്യം കൊണ്ടടാ. ഞാനേ ഡാമിനോട് സംസാരിച്ചിട്ടേ എനിക്ക് വേണമെങ്കിൽ ഒരു ജോലി തരപ്പെടുത്താം. എങ്കിലേ മുതലാളിനോട് ഇത് പറച്ചേട്ടാ, ജോലിക്ക് വേറെ ആളും കൂടി ഉണ്ടെങ്കിലേ എനിക്ക് ലീവ് കിട്ടും ചേട്ടാ. ആർക്കൂല. ഒരാക്കടെ കീഴിൽ പണിയെടുക്കണേ എനിക്കിഷ്ടമല്ല. പിന്നെ എനിക്ക് വർക്ക് സ്വന്തമായിട്ട് എടുത്ത് ചെയ്യലാണ് ഇഷ്ടം. എന്നിട്ട് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ നിന്നിപ്പോ ആരെയും വിളിക്കണ്ടടാ. ഇല്ല. എന്താണ് കാരണം? തെക്കലെ വാസുചാരന്റെ വീടിന്റെ ഗേറ്റിന്റെ ഓടാമ്പൽ പിടിപ്പിക്കാൻ നീ 3 ദിവസം കൊടുത്താ. അരത്തച്ചി തീരേണ്ട പണിയാണ് നീ 3 ദിവസം കൊണ്ട് തീർത്തത്. അതെനിക്ക് സ്പീഡില്ലാണ്ടൊന്നുമില്ല. എനിക്ക് 3 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത പണിയുള്ളൂ. അതുവരെയൊക്കെ എത്തിക്കണ്ടേ. എനിക്ക് ലോണൊക്കെയുള്ളതാണ്. പിന്നെ വാസുവേട്ടൻ ഓടാമ്പലും ലോക്കൊക്കെ പിടിപ്പിക്കാനാണ് എന്നെ വിളിക്കുന്നത്. വലിയ പണിയൊക്കെ മറ്റന്മാർക്ക് കൊടുക്കും. സത്യം പറഞ്ഞാൽ ചെറിയ പണിക്കൊക്കെ നമ്മൾ വിളിച്ച് ചെയ്തു കൊടുക്കരുത്. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാതെ ഇതുപോലത്തെ ചെറിയ പണി അങ്ങോട്ട് വെച്ചോളൂ. പക്ഷെ അതൊന്നും അവർക്കൊരു യാതൊരു പ്രശ്നം ഉണ്ടായില്ല. ഇതിനെ പോലത്തെ ബംഗാളികൾ വന്നപ്പോഴും നമ്മളെയൊക്കെ വേണ്ടതായ. അത് ശരിയാണ്. ബംഗാളികൾ വന്നപ്പോഴാണ് നിന്റെയൊക്കെ പണി കൂടായ്പാട് നാട്ടുകാർക്ക് മനസ്സിലായി തുടങ്ങിയത്. അതൊക്കെ പോട്ടെ, നിങ്ങൾ ടയ്യപ്പാട്ടെ ഒരുമയോടെ നിൽക്ക്. അതാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലത്. ആ, അങ്ങനെ പറഞ്ഞു കൊടുക്ക് ചേട്ടാ. ഒരുമയോടെ നിൽക്കാനാ ഈ തെണ്ടികളെ നാട്ടിൽ നിന്ന് എങ്ങനെ ഓടിക്കുന്നതാണ് ഞാൻ ചിന്തിക്കണം. എന്റെ പൊന്ന് സിദ്ധി, ഈ വയറൊക്കെ വെച്ച് ഈ ബോളിൽ കയറി വെൽഡ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമോ? അതിനൊക്കെ ഇവനെ പോലത്തെ 6 പാക്ക് ഉള്ളവന്മാര് വേണം. അല്ലെങ്കിൽ പ്രസാദിന്റെ വീടിന്റെ മുകളിൽ ഷീറ്റ് വർക്കിന് കയറിയപ്പോ വായിന്ന് വന്ന പതയുണ്ടല്ലോ, അത് ഇനിയും വരും. സംസാരിച്ചു നോക്കും. ആ ചേട്ടാ, എല്ലാം പെട്ടെന്ന് തീർത്തരേട്ടാ. പണിത്തിരക്കാരനോ ആ ബംഗാളിനെ നാട്ടിൽ പോകാൻ പോലും ആ കാര്യം എന്താണെങ്കിലും അടുത്ത ആഴ്ച എനിക്ക് മുഴുവനായിട്ട് പണി തീർത്ത് തന്നേക്കണോട്ടാ. ആ ധൃതി പിടിക്കരുത്, പരമാവധി ശ്രമിക്കാം. ആ എന്നാ ശരി. ആ ശരി. ബായ്, സ്പീഡ് കരോ. ഈ ഐറ്റം ഒന്ന് കൊടുക്കണം. ശരി മുതലാളി. പിന്നെ മേഡം ലീവിന്റെ കാര്യം എനിക്ക് നാട്ടിൽ പോണം മുതലാളി. ലീവ് തരാടാ, നീ ആദ്യം പണി തീർക്ക്. ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് ഇന്ന ദിവസം കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് പൈസ അഡ്വാൻസ് മേടിച്ചേക്കണേന്. ഇതൊക്കെ തീർക്കാണ്ട് ഓരോടത്തും പോകാൻ പറ്റൂല. മുതലാളി എന്റെ നാട്ടിലേക്ക് പോവാ മുതലാളി, അവിടെ ഒരു കുഴപ്പമുണ്ടാവൂല. എടാ, നീ വെറുതെ വർത്താനം പറഞ്ഞേക്കണ്ടുള്ള പണിയൊക്കെ പെട്ടെന്ന് തീർക്ക്. എല്ലാം പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ നിന്നെ കൊണ്ട് ഫ്ലൈറ്റിൽ കയറ്റി വിടും. ഫ്ലൈറ്റില്ല സത്യമാണോ മുതലാളി? ആ സത്യോടാ, നീ പെട്ടെന്ന് പണിയൊക്കെ തീർക്ക്. പെട്ടെന്ന് തീർക്കാം മുതലാളി. ആ എന്താടോ ഈ വഴിക്കാതാ? എടോ താൻ നല്ലൊരു പഠിക്കാനെ വേണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ നല്ല അവസ്ഥയിൽ പഠിക്കാനൊക്കെ കിട്ടിയത്. കണ്ടിട്ട് മലയാളിനെ പോലെ ഉണ്ടല്ലോ. മലയാളിയെ പോലെ ഇരിക്കണമെന്നല്ല, മലയാളി തന്നെയാണ്. മലയാളിയാ? അതിനെന്താ മലയാളി കുഴപ്പം? കുഴപ്പം എന്ത്? നിക്കൂലെന്ന് ഇവനൊന്നും. അത് നിങ്ങൾ പറയണ്ട, അത് ഞാൻ ഗ്യാരണ്ടി. സ്ഥിരമായിട്ട് ഒരു ജോലിക്ക് വേണ്ടി 1 വർഷം തൊട്ട് വേറൊരു പണിക്ക് പോകാതെ വീട്ടിൽ നിന്ന് റെക്കോർഡ് ഇട്ടവനെ കൊണ്ടാണ് ഞാൻ വന്നേക്കണം. അവൻ പണിതോളും. പണിതോളും? അല്ല, നല്ല രീതിയിൽ പണിതോളും. എന്നാ നീ പുറയിലോട്ട് വയ്ക്കോ, പണി ഞാൻ പറഞ്ഞുതരാം. എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ. പോലെടോ ഇരിക്കട്ടെ. വേണ്ടായിരുന്നു, എണ്ണകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? 10 രൂപട്ടാക്കിയതിന് ഒരുപാട് ഉണ്ടാവും. അത് ശരി, അപ്പൊ അത്രയൊക്കെ ഉള്ളല്ലോ അല്ലേ? ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. ഇതൊക്കെ ഇവനൊറ്റ ദിവസം കൊണ്ട് പണിതാണ്. ഇതുപോലെ സ്പീഡിൽ ചെയ്യാൻ പഠിക്കണം. അതെ ചോബി, ഇത് നമ്മുടെ പുതിയ പണിക്കാരനാണ്. എല്ലാം ഒന്ന് കാണിച്ചു കൊടുത്തേരാ. ഞാനൊന്ന് ബാംഗ്ലൂരെ പോയിട്ട്. നീ എന്തിനാ മരിച്ചു എന്ന് പണിയെടുക്കണേ? പയ്യെ ചെയ്താൽ മതി, എന്നാലേ സ്ഥിരം പണി ഉണ്ടാവുള്ളൂ. ഇവിടെ സ്ഥിരം പണിയുണ്ട് ചേട്ടാ. ഇപ്പോഴത്തെ കാര്യം നോക്കണ്ട, പണിയൊക്കെ എപ്പോഴാ നിന്നോണേന്ന് പറയാൻ പറ്റില്ല.
ഇവന്റെ കാര്യമല്ലേ ഗുണം പിടിക്കൂല. ആണോ ചേട്ടാ? അതിരിക്കട്ടെ, അവൻ എത്ര കൂലിന് തന്നിട്ടുണ്ട്? 800 രൂപ. 800 രൂപയെ കൂലിപ്പണിക്ക് പോയാൽ കിട്ടുമല്ലോ 1200 രൂപ. അത് മാഴ്ചയിൽ 2 ദിവസത്തെ പണി ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ വീട്ടിലിരിക്കാം. ശരിയാണോ ചേട്ടാ? അത്രയൊക്കെ പൈസ കിട്ടോ ചേട്ടാ? എടാ കിട്ടൂടാ, ഞാൻ നേരത്തെ പോയിക്കൊണ്ടിരുന്നാണ്. ഇപ്പൊ എന്നാരും വിളിക്കാത്തോണ്ട് ഞാൻ പോവാത്തതാണ്. അപ്പൊ ചേട്ടൻ ഇവിടെ എത്രയാണ് കൂലി പറഞ്ഞേക്കണത്? എനിക്ക് 1200 പറഞ്ഞേക്കുന്നത്. എന്റെ വർക്കിംഗ് വാല്യൂ അനുസരിച്ച് എനിക്ക് അത് കിട്ടിയ പോരാ. പിന്നെ ഇന്ന് വേണ്ട, നാളെയോ മറ്റന്നാളായിട്ട് നീ കാശ് കൂട്ടി ചോദിച്ചു. ശരി, എന്നാലേ എന്റെ വാല്യൂ അനുസരിച്ച് എനിക്കും പൈസ കൂട്ടി കിട്ടുള്ളൂ. നാളെ കാശ് കൂട്ടി കിട്ടിയാലേ പണിക്ക് കയറുള്ളൂ എന്ന് പറയട്ടെ ചേട്ടാ. അതിപ്പോ വേണ്ട, സമരം ചെയ്യാൻ എങ്ങനെയെന്നൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഇപ്പൊ നീ എവിടെയെങ്കിലും ഒരച്ചിങ്ങനെ നിന്നാ മതി. ചേട്ടൻ പറഞ്ഞത് നന്നായി. എനിക്കിതൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായില്ല ചേട്ടാ. ഞാൻ കുറച്ച് ഹാൻസി തട്ടേ ചേട്ടാ. സാർ, ഞാൻ എന്നിട്ട് ഇവിടെ തലങ്ങി വേണം. മുതലാളി വാങ്ങി പോയിക്കണം. ഞാൻ മൊബൈലിൽ അവിടെ പോയി കളിച്ചു. ഞാൻ മൊബൈലിൽ ഇവിടുന്ന് കളിച്ചോ. എടാ തെണ്ടി വന്നോ, പണി വിളിക്കണോ? എടാ മുതലാളി അല്ലടാ. വെറുതെ എനർജി വന്നടാ. ചില്ലറ പൈസ ഉണ്ടോ? നമുക്ക് സർവത്ത് എടുത്തിട്ട് വിടാം. പണി സമയത്താണ് ചേട്ടാ സർവത്ത് കുടിക്കുന്നത്. ഇതൊക്കെയാണ് നിന്റെ പ്രശ്നങ്ങൾ. ഇവിടെ പണി സമയത്തിന് ഇതിനൊക്കെ സമയം കിട്ടുള്ളൂ. എന്നാ ചേട്ടാ നമുക്ക് പോയിട്ട് വരാം. എന്നാ പിന്നെ അതൊക്കെ അവിടെ ഇട്ടിട്ട് പോവാ. ചേട്ടാ ഇതൊന്ന് വെൽഡ് ചെയ്ത് തരാം. ഇവിടെ ഞാനിതൊന്ന് വെൽഡ് ചെയ്ത് കൊടുക്കട്ടെ. നീ ഒരു സർവത്ത് കുടിച്ച് എനിക്കൊരു പാർസൽ എടുത്തിട്ടുണ്ട്. ചേട്ടാ ഇങ്ങനത്തെ പണിയൊക്കെ നല്ലാണ് ചേട്ടാ ചെയ്യുന്നത്. ഇവിടെ നീ ചെയ്തിട്ട് എന്താ കാര്യം? കാശൊക്കെ അവനല്ലേ കൊണ്ടുകൊടുക്കും. ഞാൻ ചെയ്തിട്ട് എന്താന്ന് തരാ. എനിക്ക് അത് മതി ചേട്ടാ. എന്നാ ചേട്ടാ, ഇത് ഇത്ര പണി ഉണ്ടായിരുന്നടാ? ശരിക്കും പറഞ്ഞാൽ അരത്തച്ചിന്റെ പണിയുണ്ട്. പിന്നെ മുതലാളി വരുന്നിട്ട് ഞങ്ങൾ ചെയ്തെടുത്തതാണ്. പിന്നെ എത്ര? അത് എന്ത് പറയുന്നത്? എന്തെങ്കിലും ഇങ്ങോട്ട് തന്നാ മതി. പറന്ന് എന്തെങ്കിലും തന്നാ മതി. 100 കുറഞ്ഞ് കൊടുക്കണേ. ഒരു 200 കൊടുക്കാം. പോകല്ലേ കിട്ടും. പിന്നെ എനിക്ക് വീട്ടിൽ കുറച്ച് പണിയുണ്ട്. അതെങ്ങനെ? ഡാമിനോട് പറഞ്ഞാൽ മതിയാ? ഡാമിനൊന്നും പറയണ്ട. ഇപ്പൊ ഇവിടുത്തെ പണി നോക്കണ ഞാനാണ്. എന്നാ വന്ന് നോക്കിയിട്ട് ഒരു കൊട്ടേഷൻ താ. ശരി ശരി. എടാ എന്താടാ, രക്ഷപ്പെടാനുള്ള വഴി വന്ന കണ്ട. നമുക്ക് ഒരുമിച്ച് നിന്നാണല്ലോ സബ് വർക്ക് എടുത്ത് രക്ഷപ്പെടാം. ചേട്ടന് ഭയങ്കര ബുദ്ധിയാണ് ചേട്ടാ. എടാ നിനക്കിത് മനസ്സിലായി, നാട്ടുകാർ തെണ്ടികൾക്ക് ഇത് മനസ്സിലാവണ്ടേ? എന്റെ വലിയ വീടാണ്. വന്ന ഇത്ര വയ്യപ്പോ ഞാനും കരുതി ഇന്നും വരലെന്ന് ഓർത്ത്. ചേട്ടാ സിദ്ദിഖ് ചേട്ടൻ ഈ പണിക്ക് എത്ര രൂപയാണ് പറഞ്ഞത്? 45,000 രൂപ. 45,000 രൂപ? അത് ഇത്ര കൂടുതലാന്നറിയാ. 2 ദിവസം കൊണ്ട് തീർത്തരാന്ന് പറഞ്ഞാൽ അയാളെ തന്നെ ഏൽപ്പിച്ചാണ്. എന്ത് 2 ദിവസം കൊണ്ട് പണി മുഴുവൻ തീർച്ചയായും? എന്താ പറ്റൂലേ? 45,000 രൂപ വാങ്ങിച്ചിട്ട് 2 കച്ചിൽ എന്നെ കൊടുക്കാനാണ് 1000 മുതൽ ശരിയാക്കി കൊടുക്കാൻ. എടി തെങ്ങേറാൻ വേണ്ടി ഒരു ബംഗാളി വരുവട്ടെ. ആ രമേശന് കൊടുക്കണ കാശിന് കൊടുത്താൽ മതിട്ടാ. ചെലപ്പോ അവൻ കൂട്ടി ചോദിക്കും. കൊടുത്തേക്കരുതിട്ടാ. എന്തെങ്കിലും പറയുകയാണെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. ഞാൻ വന്ന് ശരിയായിക്കോളാം. ആ സിദ്ധിയുടെ പണിക്കാരൻ വന്നിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് തീർത്തരാന്നാണ് സിദ്ധി പറഞ്ഞേക്കണ. അവന്റെ പണി കണ്ടിട്ട് 2 മാസം പണിഞ്ഞാലും തീരുമെന്ന് എനിക്ക് തോന്നണില്ല. നീ ഫോൺ വെച്ചോ. നീ ഈ പേരും പറഞ്ഞ് നീ ചോറിന് കറി ഉണ്ടാക്കാണ്ടിരിക്കരുത്. എന്തൊരു സ്ലോ ആവാണത്. എത്ര നേരം കുറച്ചുകൊണ്ടിരിക്കണം. ആ ഡാമിനെ പിടിച്ചെങ്കിൽ പണി തീർത്തിട്ട് പോയാനിപ്പ.
സിദ്ധി പണി ഇത്ര നേരം എങ്ങും എത്തിയില്ലല്ലോ. അവൻ നല്ല പണിക്കാരനാണല്ല. ഇവനെന്താ ഇങ്ങനെ സ്ലോ ആയി പോയത്? അവൻ സ്ലോ ഒന്നല്ല, അവൻ നല്ല പഠിക്കാനാണ്. എടന്ത് ഇത് ഇത്ര ആയോളോ? ആ ചേട്ടൻ പറയണ പോലെ ചെയ്യണത്. എടാ അതാ അവിടെ എന്റെ പണിക്ക് സ്പീഡിൽ മോണ്ടടിക്കാൻ പോയി. മുണ്ടടിച്ച് പിടിക്കൂല. ധൈര്യം ഉണ്ടെങ്കിൽ അടിക്ക് ചേട്ടാ, കള്ളപ്പന്നി ചേട്ടാ. നീ മലയാളിയുടെ വെല്ലുവിളിക്കണം പന്നി. എടാ നിർത്താൻ ഭ്രാന്തായാടാ. നിനക്ക് ഭ്രാന്താ. നിർത്തടാ, ശ്വാസം മുട്ടണ്ട. എന്ത് നിർത്തടാ? എന്നോട് പറയണം, അവനോട് പറ. നീയല്ലേ തുടങ്ങിയത്? ഞാനാ തുടങ്ങിയത്, പക്ഷെ ഇപ്പൊ അവനാണ് നിർത്താത്തത്. ആ പട്ടി ചേട്ടൻ എന്റെ മോട്ടം തട്ടി. ഓടാ പന്നി, എന്റെ ബസ്സിലോട്ടി കയറുണ്ടോ? അങ്ങനെ കൊന്നേനെ. വീട്ടിലെ അവസ്ഥ എന്താന്നാവും. എടി ആ ബംഗാളി തെങ്ങേറി കഴിഞ്ഞാ അവൻ എത്ര ചോദിക്കണെന്നാ കൊടുത്തേക്ക്. വെറുതെ തർക്കിക്കാൻ നിൽക്കണ്ട. എന്താന്നാ അവനോടൊക്കെ തർക്കിക്കാൻ പോയോ ഇടിച്ച് തൂറിക്കും. ഇപ്പൊ എന്റെ കണ്ണോണ്ട് കണ്ടാണ്. വേണമെങ്കിൽ അവൻ ചോദിക്കണേൽ ഇത്ര കൂടുതൽ കൊടുത്തോ, അവൻ സന്തോഷത്തോടെ പോയിക്കോട്ടെ. ആലോചിച്ചിട്ട് ഒരു എത്തുപിടി കിട്ടണല്ലോ. എടോ പ്രസാദിന്റെ വർക്കിൽ എന്തായിരുന്നു പ്രശ്നം? എനിക്കറിയാൻ പാടില്ല. അത് ആരെടുത്ത വർക്കായിരുന്നില്ലേ? ഇവിടെ വന്ന വർക്കായിരുന്നു, പക്ഷെ ഞാനറിയാണ്ട് അവന്മാരുടെ അടുത്ത് ചെയ്തതാണ്. അവന്മാരിപ്പോ ഇവിടെ വർക്ക് ചെയ്യണല്ലേ? അപ്പൊ അവന്മാര് നിർത്തിപ്പോയി. എന്താണോ ശമ്പളത്തിന്റെ വല്ല പ്രശ്നം പറഞ്ഞ? ശമ്പളവും കൊടുക്കാറുണ്ടായിരുന്നു, പണിക്കനുസരിച്ച് കൂടുതലും കൊടുക്കാറുണ്ടായിരുന്നു. ആ സിദ്ധി വന്നതോടുകൂടിയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. എന്താണ് പ്രശ്നം? അവന്റെ പ്രശ്നം ശമ്പളമൊന്നും ആയിരുന്നില്ല, എനിക്ക് എത്ര ലാഭം കിട്ടുന്നത് എന്നുള്ളതായിരുന്നു അവന്റെ പ്രശ്നം. ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ അവൻ ആദ്യം കണക്കൂട്ടണത് എന്റെ ലാഭമാണ്. എന്തോരം പണിയുണ്ടായ വർക്ക്ഷോപ്പാണെന്നറിയോ? ഇപ്പതേ ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരിക്കണേ.